കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സ്വത്തുക്കളും ഭൂമിയുമെല്ലാം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം ഉൾപ്പെടെ ഈ രാജ്യം വെറുപ്പോടെ കേട്ടവയാണ്. 4 വോട്ടിനു വേണ്ടി ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന തന്ത്രം ഒടുവിൽ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വായിൽ നിന്നാണ് പുറത്തു വരുന്നത്. അതൊരു നാക്കുപിഴയല്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കാസർഗോഡ് നഗരസഭയിലും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണമുണ്ടോ എന്നായിരുന്നു മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള സജി ചെറിയാന്റെ പുത്തൻ പരാമർശം. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ കണക്കുകൾ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ സജി ചെറിയാന് പൊങ്കാലയിടുകയാണ്. 14 ജില്ലാ പഞ്ചായത്ത് സമിതികളിലേക്കും വിജയിച്ചു വന്ന മുസ്ലിം വിഭാഗത്തു നിന്നുള്ളവരുടെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞാണ് സജി ചെറിയാന്റെ വിദ്വേഷത്തിനെതിരെയുള്ള മറുപടി. പ്രതിപക്ഷമില്ലാതെ UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാം പ്രാതിനിധ്യമുണ്ട്. മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ 6 പേർ മുസ്ലിങ്ങളല്ലാത്തവരാണ്. ഇതിൽ 2 പേർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി ജയിച്ചു വരും. സംവരണമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് SC വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന അഡ്വക്കേറ്റ് AP സ്മിജിയാണ്. സ്മിജിക്ക് സജി ചെറിയാനോട് പറയാനുള്ളത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. CPM-ൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് തടയാനാണോ സജി ചെറിയാൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്നു എന്ന കുറിപ്പോടെ തുടങ്ങി. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത്തരം മുറിവൈദ്യം കൊണ്ടൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമല്ല CPM-നെ ബാധിച്ചിട്ടുള്ളതെന്ന് സ്മിജി ഓർമ്മപ്പെടുത്തുന്നു. കണക്കുകൾ തീരുന്നില്ല. 23 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുള്ള കോട്ടയത്ത് ഒരാൾ പോലും മുസ്ലിം സമുദായത്തിൽ നിന്നില്ല. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെല്ലാം ജയിച്ചവരിൽ ഒരാൾ വീതം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, വയനാട്, കണ്ണൂർ ജില്ലകളിൽ 4 പേർ വീതമാണ് മുസ്ലിം പ്രാതിനിധ്യം. ഇതിനു പുറമെ മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ CPM ഭരിക്കുന്ന ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട്. 14 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 346 അംഗങ്ങളിൽ 81 പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. ഇതിൽ 66 പേരും UDF-ൽ നിന്നാണെങ്കിൽ 15 പേർ മാത്രമാണ് LDF പ്രാതിനിധ്യം എന്ന കണക്കും പുറത്തു വന്നു. കണ്ണൂർ ഉൾപ്പെടെ CPM ആധിപത്യം നിലനിൽക്കുന്ന പല ജില്ലകളിലും പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ മതം തിരിയുന്നതിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഇതാ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിലും നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്ന. അതിന് ഞാനില്ല. ഇപ്പോൾ ഒരേ ഒരു ചോദ്യമാണുള്ളത്, നരേന്ദ്രമോദിയിൽ നിന്നും സജി ചെറിയാനിലേക്കുള്ള ദൂരം എത്രയാണ്?